ജൂതന്മാരുടെ എന്തായിരുന്നു? ജൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാത്താസേവ ഇതുമെല്ലാം ഇതിന്റെ എല്ലാം അല്ല, ഈ ഏറ്റവും കൂടുതൽ ഈ സാത്താനിസം അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു ചെന്നവർ ഈ ജൂതന്മാരാന്ന് പറയുന്നത്. അതായത് ജൂതന്മാരാണ് ദജ്ജാലിനെ ഇന്നും വിശ്വസിക്കുകയും, അതായത് അവസാന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള കാര്യം പറയുന്നത്, അവസാന കാലഘട്ടമാകുമ്പോൾ ലോകാവസാനത്തിൻ്റെ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം യേശുക്രിസ്തു അന്ത്യക്രിസ്തുവായിട്ട് യേശുക്രിസ്തു വന്ന് ലോകത്ത് വരികയും ആ സമയത്താണ് ദജ്ജാൽ പുറപ്പെടുന്നത്. ദജ്ജാൽ എന്ന് പറയുന്ന ഈ ലൂസിഫർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ വ്യക്തി, ഒറ്റക്കണ്ണൻ, ആ വ്യക്തി ജനങ്ങളുടെ ഇടയിലേക്ക് വരികയും ആ സമയത്ത് എല്ലാവരും യേശുക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിനൊപ്പം ചേരുകയും ജൂതമത വിശ്വാസികൾ മുഴുവൻ ദജ്ജാലിനൊപ്പം ചേരുമെന്നുള്ളതാണ് വിശ്വാസം. അതായത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടം മാറി. പണ്ട് പറയാറില്ലായിരുന്നു സ്ത്രീകൾ സന്ധ്യാസമയം, സന്ധ്യാസമയം, അതായത് വിളക്ക് വെക്കുന്നതായിട്ട് നമ്മുടെ ഒരു എല്ലായിടത്തും ഒരു ആചാരപരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു സമയം, ഒരു സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല. നമ്മളത് പറഞ്ഞുണ്ടാക്കണത് സൂര്യൻ നമ്മളതിന്റെ പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കണം പറഞ്ഞു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ സൂര്യൻ രാത്രിയും പകലും ഇങ്ങനെ മാറി വരല്ല, അസ്തമയോ ഉദയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഫുൾ ടൈം പുള്ളി ഓണാണ്, 24 മണിക്കൂർ ഇങ്ങനെ പുള്ളി ഓണാണ്. പുള്ളി അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് മാത്രമല്ല. ഇപ്പൊ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാം, അല്ലാതെ സൂര്യൻ ഓഫ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ആ ഒരു രീതിയാണ്. പ്രേതബാധ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് തട്ടിപ്പാണ്. സൂര്യൻ അസ്തമിക്കും. പണ്ട് ആൾക്കാർ പറയാം രാത്രി സൂര്യൻ ഉദിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പെൺപിള്ളേർ 7 മണി കഴിഞ്ഞ് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് ആർദവ സമയത്തൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ലെന്നും വെച്ച് കഴിഞ്ഞാൽ ബാധ, ഇവര് ശുദ്ധി അല്ലാതെ നടക്കും. അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് പോലെ തന്നെ ഈ ജനിച്ച ഉടനെയുള്ള കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായിട്ട് രാത്രി നടക്കാൻ പാടില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ വിഷ്ണുമായ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർദവ സമയത്തിലോ മരണപരമായിട്ടുള്ള ദുരിതപരമായിട്ടുള്ളതോ നിങ്ങൾക്ക് ഗർഭിണി 1 മാസം തൊട്ട് 9 മാസം വരെ എൻ്റെ മുടക്കിൽ വരാം. ഏത് സമയത്തും വരാം. നിങ്ങൾക്ക് വിഷയം ഉണ്ടെങ്കിൽ ഏത് സമയത്തും അവിടെ കയറി വരാം. നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അത് ആ സമയത്ത് കയറി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപനയനപരമായിട്ട് വെച്ചിരിക്കുന്നത് ബന്ധിച്ചു വെക്കുക. അതായത് അതാണ് ആദ്യമേ പഠിക്കേണ്ടത്. ഒരു മൂർത്തിനെ ബന്ധിച്ചു വെക്കുക. പറയാലോ കോഴീനെ കണ്ടിക്കണമെന്നൊക്കെ പറയണം. നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഒരു കൊച്ചിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ബലി കൊടുക്കുകയാണ് ഓരോ സാധനത്തിന്. ഇത് എനിക്ക് ഇന്ന കാര്യം ചെയ്തു തന്നില്ല, ഇതേപോലെ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തിയാണ് കാര്യസാധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കോഴി ബലി, മൃഗബലി. ഒരിക്കലും ഒരു മൂർത്തികൾക്ക് ബലി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റായ ഒരു കോൺസെപ്റ്റ് അല്ലേ? പിന്നെ തെറ്റാണ് അത് ശരിക്കും പറഞ്ഞാൽ. ബലി കൊടുക്കണം. ഈ അടുത്ത് നമ്മുടെ ഈ അടുത്തെന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് നമ്മുടെ 2 വ്യക്തികളെ കൊന്ന ഒരു സംഭവം ഉണ്ടായാലോ? എവിടെയായിരുന്നു സംഭവം? എവിടെയായിരുന്നു? ഇലത്തൂരിൽ 2 ഇതൊക്കെ വെറുതെ ആളുകളെ പറഞ്ഞുണ്ടാക്കി ഇതേപോലെയുള്ള അത് സാത്താൻ സേവയുടെ ഭാഗമായിട്ട് സംഭവിച്ചാന്നാ പറയുന്നത്. സാത്താൻ സേവയുടെ സാധനം അത്. അതായത് ബ്ലാക്ക് മാജിക് അതിനകത്ത് പറയുന്നുണ്ടല്ലോ. എന്താണ് ബ്ലാക്ക് മാജിക്? എന്ന് അതായത് ഇതെല്ലാം ബ്ലാക്ക് മാജിക് എന്താണെന്നുള്ളത് എനിക്ക് ഒരു ചെറിയ അറിവും കോൺസെപ്റ്റും എൻ്റെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും സുജിത്താശാൻ അതെങ്ങനെയാണ് നോക്കി കാണുന്നതെന്നുള്ളതാണ് ജനങ്ങൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ് അവർക്ക് വേണ്ടത്. ഇരുട്ടിന്റെ മറവിലാണ് ഇത് ചെയ്യുന്നത്. അതിൽ ആർജിച്ചെടുക്കുന്നതായിട്ടുള്ളൊരു ശക്തി. അതായത് വെളിച്ചം കൊണ്ടല്ല, അവർക്ക് വെളിച്ചത്തെ ഭയം. രാത്രിയിലാണ് ഇവർ കൂടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് 2നും ഭയമില്ല. അതുപോലെ തന്നെ ഇവര് അതിനകത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സാധാസേവയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആർദവ രക്തം എടുക്കുന്ന ആർദവ രക്തം വൈനിൽ കലക്കി കഴിക്കുക എന്നുള്ള. ഇവരെല്ലാവരും കൂടെ കഴിക്കും. പിന്നെ കുട്ടികളെ ബലി കൊടുക്കുക, അങ്ങനെയുള്ള മോശമായിട്ടുള്ള അവസ്ഥ. അതുപോലെ തന്നെ കുരിശിന്റെ മുമ്പിൽ നിന്ന് സെക്സ് ചെയ്യുക, മാതാവിന് ചവിട്ടുക, ബൈബിള് ചവിട്ടുക. അത് കൊച്ചിയിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷെ നമ്മളിത് കൊച്ചിയിലുണ്ടത് ശരിക്കും.
ഉണ്ട്, സത്താൻ ശിവം നടക്കുന്നുണ്ടോ?